നമസ്കാരം. ഇന്ന് ചൊവ്വാഴ്ച. ശ്രീ മഹാലക്ഷ്മി ദേവിക്കും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യാൻ നല്ല ദിവസമാണ്. എല്ലാ ദേവീദേവന്മാർക്കും വഴിപാടുകൾ ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് നമ്മൾ ഏത് കാര്യവും മനസ്സിൽ വിചാരിച്ച് തുവരപ്പരിപ്പ് കൊണ്ട് ഈ ഒരു പരിഹാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യവും ഭഗവാൻ നടത്തിത്തരും. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഏതാഗ്രഹവും ഭഗവാൻ നടത്തിത്തരുന്നതാണ്. നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട്, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുവാൻ, സന്താനഭാഗ്യമില്ലാത്തവർക്ക് സൽസന്താനങ്ങൾ ഉണ്ടാകുവാനായിട്ട്, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിനും അങ്കാരകനായ ഭഗവാൻ നടത്തിത്തരുന്നതാണ്. നിരന്തരം വാടക വീടുകളിൽ കഴിയുന്നവർക്ക് നല്ലൊരു വീട് വയ്ക്കാനുള്ള യോഗവും ഭഗവാൻ ഉണ്ടാക്കിത്തരും. രോഗങ്ങളിൽ നിന്ന് ഉള്ള മുക്തി നേടുവാനുള്ള പ്രാർത്ഥനയും ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പിടി തുവരപ്പരിപ്പാണ് വേണ്ടത്. തുവരപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ചൊവ്വ ഭഗവാന്റെ ഇഷ്ടധാന്യമാണ്. ഇതിനായിട്ട് നമ്മൾ ഒരു 1/2 കിലോ തുവരപ്പരിപ്പ് പ്രത്യേകം മാറ്റി വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ പൂജ ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ചെറിയ തട്ടത്തിൽ, പിത്തള തട്ടത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. തട്ടത്തിൽ നിരത്തിയതിന് ശേഷം, തുവരപ്പരിപ്പ് നിരത്തിയതിന് ശേഷം അതിലേക്ക് 2 മൺവിളക്ക് വയ്ക്കാവുന്നതാണ്. വീട്ടിലുള്ള മൺവിളക്ക് കഴുകി തുടച്ച് എടുക്കാവുന്നതാണ്. അതിൽ ചന്ദനവും കുങ്കുമവും തൊട്ട് തുവരപ്പരിപ്പിന് മീതെ 2 മൺവിളക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം തിരിയിടുമ്പോൾ ചുവന്ന തിരി ഉണ്ടെങ്കിൽ ചുവന്ന തിരി ഇടാവുന്നതാണ്. ഇല്ല, നിങ്ങളുടെ കയ്യിൽ വെള്ളത്തിരിയാണ് സാധാരണ ഉപയോഗിക്കുന്നതെങ്കിൽ ആ തിരി ഉപയോഗിക്കാവുന്നതാണ്. ചുവന്ന തിരി ആക്കുന്നത് വെള്ളത്തിരിയിൽ കുറച്ച് കുങ്കുമം തടവി ചുവന്ന തിരി ആക്കാവുന്നതാണ്. കാരണം ചൊവ്വ ഭഗവാന്റെ ഇഷ്ടപ്പെട്ട നിറവും ചുവപ്പായതുകൊണ്ടാണ് ചുവന്ന തിരി ഇടാനായിട്ട് പറയുന്നത്. കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ വിളക്ക് കത്തിക്കാവുന്നതാണ്. നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ എന്തു തന്നെ വിഷമമായാലും അത് മനസ്സുരുകി പ്രാർത്ഥിച്ച് വേണം ഈ വിളക്ക് കത്തിക്കാനായിട്ട്. വിശ്വാസത്തോടെ, എപ്പോഴും പറയുന്നത് പോലെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടി വേണം ഈ വിളക്ക് കത്തിക്കാനായിട്ട്. സാധാരണ വിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വിളക്ക് കത്തിക്കാവുന്നതാണ്. ഒരു 1/2 മണിക്കൂർ ഈ വിളക്ക് എരിഞ്ഞാൽ മതി. സേനാധിപനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സിൽ വിചാരിച്ച് നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഈ തുവരപ്പരിപ്പ് ദീപം ഒരു 9 ദിവസം, അതായത് തുടർച്ചയായിട്ട് 9 ചൊവ്വാഴ്ച നിങ്ങൾ കത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ വിചാരിക്കാത്ത പല നേട്ടങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്.